ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിയിലെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് വരുന്ന ലെജിസ്ലേറ്റീവ് റിലേഷൻസ് ഓൾറെഡി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ലെജിസ്ലേറ്റീവ് റിലേഷൻസ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ടെറിട്ടോറിയൽ എക്സ്റ്റെൻഡ്, അതുപോലെ തന്നെ ഷെഡ്യൂൾ 7 അതിൽ സംസാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സബ്ജക്റ്റുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷനാണ്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൽ അല്ലെങ്കിൽ സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷനിൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിന് 3 ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ആണ് വരുന്നത്. ആദ്യം വരുന്നത് ലെജിസ്ലേറ്റീവ് റിലേഷൻസ് ആണ്. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇത് ഓൾറെഡി കഴിഞ്ഞതുകൊണ്ടാണ് ഇതിനെ ബ്ലറാക്കി വെച്ചിരിക്കുന്നത്. സോ ഈ ഒരു പാർട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് സെഷനിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി റിമൈനിങ് ആയിട്ട് വരുന്നത് ഫൈനാൻഷ്യൽ റിലേഷൻ ആണ്. ഇതൊരു ചെറിയ ടോപ്പിക്കാണ്. ഈ പറയുന്ന 3 ടോപ്പിക്സും ചെറുത് തന്നെയാണ്. പക്ഷേ ഇത് 3 പഠിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൻ്റെ മേജർ ആസ്പെക്റ്റ് നമുക്ക് അവിടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ ഇവിടെ വരുന്ന സമയത്ത് ഭരണത്തിനെ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഭരണ നിർവഹണം, അതാണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭരണ നിർവഹണം നടത്തണമെന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവശ്യമുണ്ട്. ചിലപ്പം അത് ഏതെങ്കിലും ഒരു ബോഡി ആയിരിക്കാം. ആ ബോഡി ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിരിക്കാം, സ്റ്റാറ്റ്യൂട്ടറി ആയിരിക്കാം, ചിലപ്പോൾ രണ്ടും അല്ലാത്ത ബോഡികളായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോഡികളിലൂടെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ നടന്നു പോകുന്നത്. എന്നാൽ നമ്മൾ ലെജിസ്ലേറ്റീവ് റിലേഷൻസ് നോക്കിയ സമയത്ത് പ്രധാനമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്റ്റുകൾ മാത്രമേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഷെഡ്യൂൾ 7, അതുപോലെ തന്നെ 244 ക്ലോസ് 1, 244 ക്ലോസ് 2, 246 ഇതൊക്കെയായിരുന്നു നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്തത്. അതിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസോ എൻറ്റിറ്റീസോ ഒന്നും വരുന്നില്ല. സിംപ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് മാത്രം നമ്മൾ പഠിച്ചാൽ മതിയായിരുന്നു. എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസിലേക്ക് വരുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡോക്ട്രൈൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് പഠിക്കണം. അപ്പോൾ ഇതിലെ ജഡ്ജ്മെൻറ്റ്സും അതുപോലെ തന്നെ ഡോക്ട്രൈൻസും നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും പഠിക്കുന്നത്. അത് സെപ്പറേറ്റ്ലി നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യും, അത് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹാർമോണിയസ് കൺസ്ട്രക്ട്, അതുപോലെ തന്നെ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡോക്ട്രൈൻസ് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ സെഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബോഡീസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എമർജൻസി പ്രൊവിഷൻസും ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു സെഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് തമ്മിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോ എക്സ്റ്റെൻസീവ് വിത്ത് ദ ലെജിസ്ലേറ്റീവ് പവേഴ്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷെഡ്യൂൾ 7 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഷെഡ്യൂൾ 7 സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ലെജിസ്ലേറ്റീവ് പവേഴ്സിനെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ലിസ്റ്റ് വരുന്നുണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്നുണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഏതെല്ലാം കാര്യങ്ങളിലാണ് അല്ലെങ്കിൽ ഏതെല്ലാം വിഭാഗങ്ങളിലാണ് ഓരോ എൻറ്റിറ്റീസിനും, അതായത് സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ, ഓരോ എൻറ്റിറ്റീസിനും നിയമനിർവഹണം അല്ലെങ്കിൽ നിയമം നിർമ്മിക്കാൻ പറ്റുന്നത് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ മാത്രമാണ് എക്സിക്യൂട്ടീവ് പവേഴ്സും വരുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പ്രിൻസിപ്പിളാണ് റൂൾ ഓഫ് ലോ, അല്ലേ? നിയമം മൂലം മാത്രമേ നമ്മുടെ ഇന്ത്യയിൽ ഏതൊരു കാര്യവും നടത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഗവൺമെൻറ്റിന് ഒരു ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ, പ്രസിഡന്റിന് ഒരു ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ, ഗവർണർക്ക് ഒരു ആക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനവിടെ നിയമം ഉണ്ടായിരിക്കണം. അപ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം, നിയമം എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നോ അതിനനുസരിച്ച് മാത്രമേ എക്സിക്യൂട്ടീവ്സിന്, അതായത് ചീഫ് മിനിസ്റ്റർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എക്സിക്യൂട്ടീവ്സിന് അവരുടെ ഭരണം നിർവഹിക്കാൻ പറ്റുകയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എക്സിക്യൂട്ടീവ് ആക്ഷൻസിന് സ്ഥാനമുള്ളൂ, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആക്ഷൻസ് വാലിഡ് ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് തിരിച്ചു പറയാം, എക്സിക്യൂട്ടീവ് ആക്ഷൻസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് ഓൺ ദി ലെജിസ്ലേറ്റീവ് ആക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ആണ്. നിയമം നിർമ്മിക്കാൻ എന്തെല്ലാം അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ടോ അവിടെ മാത്രമേ നിയമനിർവഹണവും സാധ്യമാകുകയുള്ളൂ.
കാരണം നിയമനിർവഹണം നടത്തണമെന്നുണ്ടെങ്കിൽ അതിനൊരു നിയമം വേണം. നിയമം മൂലം മാത്രമേ ഇന്ത്യയിൽ ഒരു കാര്യം നടപ്പാക്കാൻ പറ്റുള്ളൂ, നിയമനിർവഹണം നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ആദ്യം തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു ടേം നിങ്ങൾക്ക് മനസ്സിലാവും, കോ എക്സ്റ്റെൻസീവ് വിത്ത് ലെജിസ്ലേറ്റീവ് പവേഴ്സ്. അതായത് ലെജിസ്ലേറ്റീവ് ആയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണോ ഓരോ ഘടകത്തിനും, ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിനായാലും സ്റ്റേറ്റ് ഗവൺമെന്റിനായാലും ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, അതേ കാര്യങ്ങളിൽ മാത്രമേ അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആക്ഷൻസും നിർവഹിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഫോറിൻ റിലേഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന് മാത്രം റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സെൻട്രൽ ലിസ്റ്റിൽ വരുന്ന കാര്യമാണ്. സെൻട്രൽ ലിസ്റ്റിൽ വരുന്ന കാര്യമാണ് ഫോറിൻ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായിട്ട് വരുന്ന മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, അതുപോലെ തന്നെ വിദേശിക രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം നോക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, നമ്മുടെ കേരളത്തിന് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇല്ല. കാരണം എന്താണ്, ഡിഫൻസ് എന്ന് പറയുന്നത് സെൻട്രൽ ലിസ്റ്റിൽ വരുന്ന ഒരു കാര്യമാണ്. എന്നാൽ എഡ്യൂക്കേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം 5 കാര്യങ്ങളെ നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് വരുന്നുണ്ട്, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എക്കോളജി ആൻഡ് എൻവയോൺമെന്റ്, ഇതിന്റെ പ്രൊട്ടക്ഷൻസ് വരുന്നുണ്ട്. ദെൻ അതിൽ അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമായിരുന്നു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെജിസ്ലേറ്റീവ് ആക്ഷൻസ് സ്റ്റേറ്റ് ഗവൺമെന്റിനും അതുപോലെ തന്നെ യൂണിയൻ ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അവിടുത്തെ എക്സിക്യൂട്ടീവ് ആക്ഷൻ എങ്ങനെയാണ്, സ്റ്റേറ്റ് ഗവൺമെന്റിനും അതുപോലെ തന്നെ യൂണിയൻ ഗവൺമെന്റിനും എക്സിക്യൂട്ടീവ് ആക്ഷൻസ് അവിടെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് എന്ത്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേരള എക്കണോമി പഠിക്കുന്ന സമയത്ത്, ലാൻഡ് റിഫോംസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അതാരായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. 1957 ആദ്യത്തെ EMS ഗവൺമെന്റ് വന്ന സമയത്ത് നമ്മുടെ കേരളത്തിന്റെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആരായിരുന്നു എന്നുള്ളത് ഒരു പ്രമുഖ എഴുത്തുകാരനാണ്, ഒരു പ്രമുഖ നിരൂപകനാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു വിഷൻ, അദ്ദേഹം മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബില്ല്, അതൊക്കെയായിരുന്നു പിന്നീട് വിമോചന സമരത്തിലേക്കൊക്കെ നയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മിനിസ്റ്റർ ആരായിരുന്നു എന്നുള്ളത് കമന്റ് ചെയ്യാം. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഫസ്റ്റ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഫോർ കേരള ആരായിരുന്നു എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം കേരളത്തിന് ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിനും ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഉണ്ട്. കാരണം എന്താണ്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, 2 ബോഡീസിനും, സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും എഡ്യൂക്കേഷൻ ബാധകമായിട്ട് വരുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, പോലീസ്. അപ്പോൾ പോലീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നതാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് പോലീസിനെ കൺട്രോൾ ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റിന് പോലീസ് വരുന്നില്ല എക്സെപ്റ്റ് യൂണിയൻ ടെറിട്ടറീസ്. കാരണം യൂണിയൻ ടെറിട്ടറീസിന്റെ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിയൻ ടെറിട്ടറീസിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അവിടെയുള്ള ലെജിസ്ലേറ്റീവ് ആക്ഷൻസ് എടുക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് എന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും യൂണിയൻ ടെറിട്ടറീസിലെ പോലീസിനെ മാനേജ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. അപ്പോൾ അതർ എക്സംഷൻസ് ആയിട്ട് അവിടെ മാറ്റി വയ്ക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ സ്റ്റേറ്റ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്, യൂണിയൻ ടെറിട്ടറി അവിടെ നിൽക്കട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, പോലീസിനെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇങ്ങനെ ഏതെല്ലാമാണോ ഷെഡ്യൂൾ 7 ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതാത് കാര്യങ്ങളിലാണ് ഭരണ നിർവഹണങ്ങളും നടക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഡെഫിനറ്റ് ആയിട്ടും ഇവിടെ ഒന്ന് ഓർത്ത് വെക്കുക. ഇതിനടുത്തതാണ് ഹവർ ലോ ഓൺ കൺകറന്റ് ലിസ്റ്റ് ആർ എക്സിക്യൂട്ടഡ് ബൈ ദ സ്റ്റേറ്റ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒരുപോലെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെയും പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒരുപോലെ അതിൽ നിയമനിർവഹണം നടത്തുന്നതായിരിക്കും. ഇനി ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ്, ഇപ്പം നമ്മൾ എക്സിക്യൂട്ടീവ് റിലേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 246 ആണ്. 246 പ്രധാനമായിട്ടും ഈ പറയുന്ന ഷെഡ്യൂൾ 7 കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു 249 മുതൽ 253 വരെയുള്ള ആർട്ടിക്കിൾസ്. ഓക്കെ, 249 മുതൽ 253 വരെയുള്ള ആർട്ടിക്കിൾസിൽ സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റിൽ വരുന്ന ചില കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ 249 മുതൽ 253 വരെയുള്ള ആർട്ടിക്കിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവിടെ പറയുന്നത് എന്തായിരുന്നു? ലെജിസ്ലേറ്റീവ് റിലേഷൻസിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. ലെജിസ്ലേറ്റീവ് റിലേഷൻസിനെ കുറിച്ചിട്ടാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇനി നമുക്ക് നോക്കാനുള്ളത് എക്സിക്യൂട്ടീവ് റിലേഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് റിലേഷൻസ്, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള എക്സിക്യൂട്ടീവ് റിലേഷൻസ് മെൻഷൻ ചെയ്യുന്ന പാർട്ടാണ് പാർട്ട് 11 എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 11ലാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷന്റെ എക്സിക്യൂട്ടീവ് ആക്ഷൻസിനെ കുറിച്ചിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾസും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. ആർട്ടിക്കിൾ 256 മുതൽ 263 വരെ വരുന്ന ആർട്ടിക്കിൾസ് ആണ് പ്രധാനമായിട്ടും എക്സിക്യൂട്ടീവ് റിലേഷൻസിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാര്യം നിർബന്ധമായിട്ടും ഓർത്ത് വെക്കുക. ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആർട്ടിക്കിൾസ് ലെജിസ്ലേറ്റീവ് റിലേഷൻസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നതായിരുന്നു. എന്നാൽ 256 മുതൽ 263 വരെ വരുന്ന ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ആക്ഷൻസിനെ കുറിച്ച് പറയുന്നതാണ്. അടുത്തതാണ് സെൻഡേഴ്സ് ഡയറക്ഷൻ ടു ദ സ്റ്റേറ്റ്. ഇത് പറയുന്നത് ആർട്ടിക്കിൾ 257 ആണ്. അതായത് സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയാം. അപ്പം സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റ് അത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായിരിക്കും, ഇൻ കേസ് സെൻട്രൽ ഗവൺമെന്റ് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് അത് അംഗീകരിക്കുന്നില്ല, ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ ഉത്തരവാണ് ആർട്ടിക്കിൾ 365 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 365, അതായത് സെൻട്രൽ ഗവൺമെന്റ് ഒരു ഡയറക്ഷൻ കൊടുക്കുകയും സ്റ്റേറ്റ് ഗവൺമെന്റ് അത് ചെയ്യാതിരിക്കുകയോ നിരാകരിക്കുകയോ അല്ലെങ്കിൽ അതിന് വില കൊടുക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന് ആ സംസ്ഥാനത്ത് പ്രസിഡന്റ്സ് റൂൾ കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ആർട്ടിക്കിൾ 365 പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ സെൻഡേഴ്സ് ഡയറക്ഷൻ ടു ദ സ്റ്റേറ്റ് ഇറ്റ് ഇസ് മെൻഷൻ അണ്ടർ ആർട്ടിക്കിൾ 257 ആണ്. ആർട്ടിക്കിൾ 257 അണ്ടറിലാണ് ഇത്തരം സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ഒരു കാര്യം ചെയ്യണം എന്ന് പറയാം. ഇത് എക്സിക്യൂട്ടീവ് ആണ്, ഒരു ആക്ഷൻ എടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ റേഷൻ കാർഡ് മുഴുവൻ ഡിജിറ്റൽ ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന് വേണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. അത് നിയമനിർമ്മാണം നടത്തുന്നതല്ല, ഒരു നിയമനിർമ്മാണമല്ല അവിടെ നടക്കുന്നത്, മറിച്ച് ഒരു നിയമം നടപ്പാക്കുകയാണ്, നിയമനിർവഹണമാണ്. എക്സിക്യൂട്ടീവ് ആക്ഷനാണ് അവിടെ നടക്കുന്നത്, നിർവഹണമാണ്. അപ്പം അങ്ങനെ നടക്കുന്ന കാര്യങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റിനോട് നിർബന്ധമായിട്ട് ഒരു കാര്യം ചെയ്യണം എന്ന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. അപ്പൊ അത് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 257 എന്ന് പറയുന്നത്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ 365 പ്രകാരം അവിടെ പ്രസിഡന്റ്സ് റൂൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രസിഡന്റ്സ് റൂൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇനി ഇപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മുഴുവൻ എക്സിക്യൂട്ടീവ് പവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലെജിസ്ലേറ്റീവ് പവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഡിവൈഡ് ചെയ്ത് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടുപേർക്കും റെസ്പോൺസിബിൾ ആയിട്ട് രണ്ടുപേർക്കും അതിന്റെ ഉത്തരവാദിത്തം വരുന്നുണ്ട്. എന്നാൽ ജുഡീഷ്യൽ പവേഴ്സിന്റെ കേസ് വരുന്ന സമയത്ത് അത് ഈ രൂപത്തിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനുമായിട്ട് ജുഡീഷ്യൽ പവേഴ്സ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിവൈഡ്സ് ഓൾ പവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ഫൈനാൻഷ്യൽ ആണ്, ജുഡീഷ്യലല്ല, ഫൈനാൻഷ്യൽ പവേഴ്സ് ആണ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് ദ സ്റ്റേറ്റ്. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ ലെജിസ്ലേറ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവ്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ പവേഴ്സ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹൗവർ there is no division of the judicial powers. ജുഡീഷ്യൽ പവേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടില്ല. കാരണം ഇന്ത്യയിലുള്ളത് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി ആണ്. ഓക്കെ, ഇന്ത്യയിലുള്ളത് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി ആണ്. അത് മാത്രമല്ല, ദിസ് ജുഡീഷ്യറി ഇസ് ഇൻഡിപെൻഡന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിൽ നിന്നും ലെജിസ്ലേച്ചറിൽ നിന്നും മാറി നിൽക്കുന്ന ഒന്നാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ആ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി, ഈ രണ്ട് കൺസെപ്റ്റും നിലനിൽക്കുന്നത് കൊണ്ട് അവിടെ ഡിവിഷൻ ഓഫ് പവർ സാധ്യമല്ല. സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ട്, ഓക്കെ, അതുണ്ട്. അത് സെപ്പറേറ്റ് എൻറ്റയർലി ഡിഫറെന്റ് കൺസെപ്റ്റ് ആണ്. ഇവിടെ സെൻട്രൽ ഗവൺമെന്റിനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിനുമായിട്ട് ഈ പവേഴ്സ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം അത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു എൻറ്റിറ്റിയാണ് കോടതി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും അവിടെ ശ്രദ്ധിച്ചു വെക്കുക. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മൾ പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും അവരുടെ റെസ്പെക്റ്റീവ് ഏരിയാസ്, അവരുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഫീൽഡിൽ മാത്രമേ നിയമനിർവഹണം നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതിൽ ചില എക്സംഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് തങ്ങളുടെ കാര്യം അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നില്ല, സെൻട്രൽ ഗവൺമെന്റിന്റെ സഹായം വേണം. അങ്ങനെയാണെങ്കിൽ
ആ സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ സഹായം തേടാം. അതുപോലെ തന്നെ ഒരു സെൻട്രൽ ഗവൺമെന്റിന് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലുമായിട്ട് ആ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു കാര്യം നടപ്പാക്കണം. സെൻട്രൽ ഗവൺമെന്റിന്റെ കാര്യം എന്ത് ചെയ്യണം? നടപ്പാക്കണം. നോർമലി ആ കാര്യം നടപ്പാക്കേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. എന്നാൽ സെൻട്രൽ ഗവൺമെന്റിന് വേണമെന്നുണ്ടെങ്കിൽ ഈ കാര്യം സ്റ്റേറ്റ് ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്ത് അവരുടെ സമ്മതമുണ്ടെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കാം. അപ്പം വേണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് റെസ്പോൺസിബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് സെൻട്രൽ ഗവൺമെന്റിലേക്കും റെസ്പോൺസിബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൽ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് ചില കണ്ടീഷൻസ്, ചില സമ്മതങ്ങൾ അല്ലെങ്കിൽ ചില നിബന്ധനകൾ അത് കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൽ ആദ്യത്തേതാണ് പ്രസിഡന്റ്. ഇപ്പോൾ പ്രസിഡന്റ് വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ ത്രൂ പ്രസിഡന്റ് സെൻട്രൽ ഗവൺമെന്റിന് വേണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സമ്മതത്തോട് കൂടിയിട്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക, വിത്ത് കൺസെന്റ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് സമ്മതിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് നടപ്പാക്കേണ്ട ഒരു കാര്യം അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറ്റി കൊടുക്കാം. പിന്നെ അത് നടപ്പാക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. അതിന് ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സമ്മതം വേണേ, പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സമ്മതം വേണം. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു കാര്യം സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. അതായത് ആർട്ടിക്കിൾ 257 പ്രകാരം നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. ആർട്ടിക്കിൾ 257 പ്രകാരം സെൻട്രൽ ഗവൺമെന്റിന് ഒരു ഡയറക്ഷൻ കൊടുത്താൽ പോരെ? സെൻട്രൽ ഗവൺമെന്റിന് ഒരു ഡയറക്ഷൻ കൊടുത്താൽ പോരെ? കാരണം സെൻട്രൽ ഗവൺമെന്റിന്റെ ഡയറക്ഷൻ സ്റ്റേറ്റ് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും 365ന്റെ അണ്ടറിലെ എമർജൻസി ഉണ്ടാകുന്നത് കുറച്ച് മുമ്പാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇതേപോലെ പ്രസിഡന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സമ്മതത്തോട് കൂടിയിട്ട് ഇങ്ങനത്തെ ഒരു റെസ്പോൺസിബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമുണ്ടോ? നേരെ ആർട്ടിക്കിൾ 257 യൂസ് ചെയ്താൽ പോരെ? അങ്ങനെ പറ്റില്ല. കാരണം ഇവിടെ ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൺസെന്റ് വേണം. അത് പ്രസിഡന്റ് ത്രൂ മാത്രമേ നടക്കുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം, പ്രസിഡന്റിലൂടെ മാത്രമാണ് അത് നടക്കുന്നത്. പാർലമെന്റിന് പറ്റും. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രസിഡന്റ് ആയതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പം അതിന് പ്രസിഡന്റ് തന്നെ വിചാരിക്കണം. അപ്പം ഈ പറയുന്ന 257ന്റെ കേസ് എന്തായിരുന്നു? ഇത് മറ്റ് രണ്ട് ലിസ്റ്റുകളാണ്. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു കാര്യം, അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഒരു കാര്യം. ഈ രണ്ട് കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് നടപ്പാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? സെൻട്രൽ ഗവൺമെന്റിന് ഡയറക്ഷൻ കൊടുക്കാം. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പ്രസിഡൻസ് റൂൾ വരും, അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി വരും. അതാണ് ഡിഫറൻസ്. ഓക്കെ, അപ്പം ഇത് വരുന്നത് എവിടെയാണ്? സെൻട്രൽ ലിസ്റ്റിന്റെ കേസിലാണ്. സെൻട്രൽ ലിസ്റ്റിന്റെ കേസിലാണ് ഈ പറയുന്ന കണ്ടീഷൻ വരുന്നത്. എന്നാൽ ഈ പറയുന്ന കണ്ടീഷൻസ് 257 അത് സ്റ്റേറ്റ് ലിസ്റ്റിന്റെയും കൺകറന്റ് ലിസ്റ്റിന്റെയും അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, ആ ഒരു ഡിഫറൻസ്, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അപ്പം പ്രസിഡന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സമ്മതത്തോട് കൂടിയിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി അതേപോലെ അടുത്ത കണ്ടീഷനാണ് പാർലമെന്റ്. പാർലമെന്റിന് വേണമെങ്കിൽ വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും, വിത്തൗട്ട് കൺസെന്റ് ആണ്, സമ്മതിച്ചാലും ഇല്ലെങ്കിലും പാർലമെന്റിന് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റും. സോ നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത് സോവറിൻ ആണ്. പാർലമെന്റ് സോവറിൻ ആണ്. അപ്പം അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് പഠിക്കുന്ന സമയത്ത് അവിടെ പഠിക്കുന്നതാണ് പാർലമെന്റ് സോവറിൻ ആണ് എന്നുള്ളത്. അപ്പോൾ പാർലമെന്റ് സോവറിൻ ആയതുകൊണ്ട് തന്നെ അതിന് സ്വയം ഭരണാധികാരം, സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പാർലമെന്റ് എടുക്കുന്ന തീരുമാനം അത് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും അനുസരിച്ചേ പറ്റൂ, നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു ബോഡിയും എന്തല്ല ഇന്ത്യയിൽ സോവറിൻ ആയിട്ട് നിൽക്കുന്നില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും സെൻട്രൽ ഗവൺമെന്റ് ആയാലും ഇതൊന്നും സോവറിൻ അല്ല. ഇന്ത്യയിൽ സോവറിൻ ആയിട്ട് നിൽക്കുന്ന ബോഡി പാർലമെന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർലമെന്റ് പറയുന്ന കാര്യം ഈ രണ്ട് എൻറ്റിറ്റീസും അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർലമെന്റ് അങ്ങ് പറയും സ്റ്റേറ്റ് ഗവൺമെന്റ് അത് ചെയ്തോളണം. അല്ലാതെ അവിടെ സമ്മതമുണ്ടോ, ഞങ്ങൾക്ക് സമ്മതമുണ്ടോ, ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പാർലമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം, ഏത് ലിസ്റ്റിലായാലും. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും അതിന് മാറ്റം വരുന്നില്ല. സെൻട്രൽ ലിസ്റ്റിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സെൻട്രൽ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അത് സെൻട്രൽ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്നിരുന്നാൽ പോലും പാർലമെന്റിന്
സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സമ്മതം ഇല്ലെങ്കിൽ പോലും ഒരു നിയമം പാസ്സാക്കുക, ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ പാർലമെന്റിൽ നിന്ന് വിത്തൗട്ട് കൺസെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സമ്മതമില്ലാതെ തന്നെ ആ റെസ്പോൺസിബിലിറ്റി സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ആകും. പിന്നെ ആ കാര്യം നടപ്പാക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ്. അപ്പൊ ഈ കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. വിത്ത് കൺസെന്റ് ആണെങ്കിൽ അത് പ്രസിഡന്റ് ആണ്, പ്രസിഡന്റ് ആണെങ്കിൽ സമ്മതം വേണം, പാർലമെന്റ് ആണെങ്കിൽ സമ്മതം വേണ്ട. എന്തുകൊണ്ട് സമ്മതം വേണ്ട എന്നുള്ളത് ഞാൻ പറഞ്ഞു. കാരണം പാർലമെന്റ് എന്ന് പറയുന്നത് സോവറിൻ എൻറ്റിറ്റിയാണ്, സോവറിൻ ബോഡിയാണ്, അതുകൊണ്ട് സമ്മതം വേണ്ട. അടുത്തതാണ് സെൻട്രൽ. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കും തിരിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് സെൻട്രൽ ഗവൺമെന്റിലേക്കും റെസ്പോൺസിബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ കാര്യമാണ് ഇനി പറയുന്നത്. ഇനി ഗവർണർ ആണ്. ഓക്കെ, ഗവർണർ വിത്ത് ദ കൺസെന്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്. ഗവർണർക്ക് വേണമെങ്കിൽ സ്റ്റേറ്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി സെൻട്രൽ ഗവൺമെന്റിന് ട്രാൻസ്ഫർ ചെയ്യാം. എങ്ങനെയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അതിന് സമ്മതിക്കുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് അതിനുള്ള കൺസെന്റ് കൊടുക്കുന്നുണ്ട്, അനുമതി കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഗവർണർക്ക്, ഒരു സ്റ്റേറ്റിന്റെ ഗവർണർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റിൽ നിന്ന് സെൻട്രൽ ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഗവർണറാണ്. Governor, with the consent of the central government, can transfer a responsibility from state to the center. അപ്പോൾ ഗവർണർക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ സമ്മതത്തോട് കൂടിയിട്ട് സ്റ്റേറ്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു എക്സിക്യൂട്ടീവ് ആക്ഷൻ സെൻട്രൽ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആക്കിയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഗവർണറിന്റെ കേസ് ആയാലും പ്രസിഡന്റിന്റെ കേസ് ആയാലും വിത്ത് കൺസെന്റ് ആണ്, സമ്മതം വേണം. പ്രസിഡന്റ് വരുന്നത് എപ്പോഴാണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. ഗവർണർ വരുന്നതോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി സെൻട്രൽ ഗവൺമെന്റിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. ഈ ഒരു കാര്യം പ്രത്യേകം എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഏതെല്ലാം കണ്ടീഷൻസിലാണ് ഓരോ എൻറ്റിറ്റീസിന്റെയും റെസ്പോൺസിബിലിറ്റി മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം. ഇൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കുരുക്കുകളും നമ്മൾ അഴിച്ചുകൊണ്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അടുത്തത്, ഇത് ഓൾറെഡി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഞാൻ മോഡൽ ക്വസ്റ്റൻ ആണ് കൊടുത്തിട്ടുള്ളത്, എന്നാലും ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഓക്കെ, സോ അതിന്റെ 4 ഓപ്ഷൻസ് കാണാം. ABCD 1 2 3 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക, ചോദ്യം ഒന്ന് റീഡ് ചെയ്യാം. ദ മ്യൂച്വൽ ഡെലിഗേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് പവർ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് കനോട്ട് ഒക്കർ. കനോട്ട് ഒക്കർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കോ സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് സെൻട്രൽ ഗവൺമെന്റിലേക്കോ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഏതാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഏത് മെത്തേഡിലാണ് ഈ രൂപത്തിൽ പവേഴ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയാത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, ആദ്യത്തത് ഫ്രം സെന്റർ ടു ദ സ്റ്റേറ്റ് ത്രൂ പ്രസിഡന്റ്. നമ്മൾ ഓൾറെഡി കണ്ടു, ത്രൂ പ്രസിഡന്റ് ആണ്. ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? കൺസെന്റ് വേണം, സമ്മതത്തോട് കൂടിയിട്ട് പ്രസിഡന്റിന് വേണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു, തൊട്ട് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ദെൻ ഫ്രം സ്റ്റേറ്റ് ടു ദ സെന്റർ ത്രൂ ദി ഗവർണർ, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് സെൻട്രൽ ഗവൺമെന്റിലേക്കാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഗവർണറുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ ത്രൂ ഗവർണറാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോഴും സെൻട്രൽ ഗവൺമെന്റിന്റെ കൺസെന്റ് വേണം. ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൺസെന്റ് ആണ്, ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൺസെന്റ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കൺസെന്റ് ആണ്. അതായത് ആരാണോ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പോകുന്നത് അയാളുടെ സമ്മതം വേണം. ഇവിടെ എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പോകുന്നത്, അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൺസെന്റ് വേണം. ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് ആണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പോകുന്നത്, അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ കൺസെന്റ് വേണം. അടുത്തത് ഫ്രം സ്റ്റേറ്റ് ടു ദ സെന്റർ ത്രൂ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഇത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഒരു റോളും വരുന്നില്ല. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കനോട്ട് ഒക്കർ എന്നാണ്, സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ആൻസർ 3 ആണ്. എന്തായാലും 4ാമത്തെ ഓപ്ഷനും കൂടെ നമുക്ക് നോക്കാം. ഫ്രം സെന്റർ ടു ദ സ്റ്റേറ്റ്, സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും സ്റ്റേറ്റ് ഗവൺമെന്റ് ത്രൂ പാർലമെന്റ്. നമ്മൾ പറഞ്ഞു പാർലമെന്റ് സോവറിൻ ആണ്, അതുകൊണ്ട് തന്നെ വിത്തൗട്ട് കൺസെന്റ്, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഈ പറയുന്ന ട്രാൻസ്ഫർ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ബോഡിയിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവർ നോർമൽ കേസിൽ അതിന് സമ്മതം പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ 2 കേസിലും. ഓക്കെ, ഇവിടെ 2 കേസിലും നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ആരിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവരുടെ സമ്മതം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ കേസിൽ പാർലമെന്റ് ചെയ്യുന്നത് കൊണ്ട് അവിടെ സമ്മതമൊന്നും വേണ്ട, പാർലമെന്റ് പറയും, നമ്മളത് കേൾക്കും. അതാണ് വിത്തൗട്ട് കൺസെന്റ്, സമ്മതം ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഇത് ഓൾറെഡി ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, യെസ്.
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള കോഓപ്പറേഷൻ ആണ്. ദ കോഓപ്പറേഷൻ ബിറ്റ്വീൻ സെന്റർ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. രണ്ട് ഗവൺമെന്റുകൾ തമ്മിൽ എങ്ങനെയെല്ലാം സംയുക്തമായിട്ട് പ്രവർത്തിക്കണം, എന്തെല്ലാം കാര്യങ്ങളിൽ അവർ സഹകരിക്കണം. കോഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര സഹകരണം. ഓക്കെ, സഹകരണം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൽ ഈ രണ്ട് ബോഡീസും എങ്ങനെയെല്ലാം പരസ്പരം സഹകരിക്കണം എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഫുൾ ഫെയ്ത്ത് ആൻഡ് ക്രെഡിറ്റ് ടു ദ പബ്ലിക് ആക്ട്, റെക്കോർഡ് ആൻഡ് ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സ് ഓഫ് ദ സെന്റർ ആൻഡ് സ്റ്റേറ്റ്. ഇത് ആർട്ടിക്കിൾ 261 മെൻഷൻ ചെയ്യുന്നുണ്ട്. 261 മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടു 263 വരെ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ 261 പറയുന്നത് ഫുൾ ഫെയ്ത്ത് ആൻഡ് ക്രെഡിറ്റ് ടു ദ പബ്ലിക് ആക്ട് എന്ന് പറയുന്നുണ്ട്. ഫുൾ ഫെയ്ത്ത് ആൻഡ് ക്രെഡിറ്റ് ടു ദ പബ്ലിക് ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അപ്പൊ അതായത് നമുക്ക് സാധാരണ അറിയാം, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിയമം നമ്മൾ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള റിലേഷൻ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള നിയമം അതിന്റെ ബൗണ്ടറീസിന്റെ ഉള്ളിൽ മാത്രമാണ് ബാധകമായിട്ട് നിൽക്കുന്നത്. എന്നാൽ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്ത ഒരു എക്സിക്യൂട്ടീവ് ആക്ഷൻ ത്രൂ ഔട്ട് ഇന്ത്യ വാലിഡ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മുടെ കേരള ഗവൺമെന്റ് എനിക്കൊരു ജനന സർട്ടിഫിക്കറ്റ് തരികയാണ്. ഓക്കെ, എനിക്കൊരു ജനന സർട്ടിഫിക്കറ്റ് തരികയാണ്. അങ്ങനെയാണെങ്കിൽ ഡൽഹിയിൽ എനിക്ക് എൻ്റെ ജനനം, എൻ്റെ ബർത്ത് ഡേറ്റ് പ്രൂവ് ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ എനിക്കത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡൽഹി ഗവൺമെന്റിന്റെ ജനന സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട, മറിച്ച് കേരള ഗവൺമെന്റിന്റെ ജനന സർട്ടിഫിക്കറ്റ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൽഹി ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കണം. കാരണം അത് എക്സിക്യൂട്ടീവ് ആക്ഷനാണ്, നിയമമല്ല, എക്സിക്യൂട്ടീവ് ആക്ഷനാണ്. അപ്പം എക്സിക്യൂട്ടീവ് ആക്ഷൻ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് മറ്റെല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റും അംഗീകരിച്ചിരിക്കണം, സെൻട്രൽ ഗവൺമെന്റും അംഗീകരിക്കണം. ബട്ട് നോർമൽ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോൺ ക്രീമി ലെയർ ആണെങ്കിൽ രണ്ടിനും രണ്ട് പർപ്പസ് വേണം എന്ന് പറയുന്നുണ്ട്. അതിന് റീസൺ ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കുന്ന ആക്ഷൻ മറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് നിർബന്ധമായിട്ടും അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് എടുക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ആക്ഷൻ എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റിനും അംഗീകരിച്ചേ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കുന്ന ഒരു ആക്ഷൻ സെൻട്രൽ ഗവൺമെന്റിലും എന്താണ്, ബാധകമാണ്. എന്നാൽ ഇതിൽ ചില മാറ്റങ്ങൾ, റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ പാർലമെന്റിന് സാധിക്കും. അപ്പോൾ പാർലമെന്റിന്റെ റെസ്ട്രിക്ഷൻസ് പ്രകാരം സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കുന്ന കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന് വേണമെങ്കിൽ ബെറ്റർ ആയിട്ട് ഡിമാൻഡ് ചെയ്യാം, എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാതിരിക്കാം. അതിന് എക്സാമ്പിൾ ആണ്, ഇപ്പോൾ നിങ്ങൾ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ജോലിക്ക് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നോൺ ക്രീമി ലെയർ സാധാരണ എടുക്കാറുള്ളത് വില്ലേജിൽ നിന്നാണ്. നോൺ ക്രീമി ലെയർ വില്ലേജിൽ നിന്നാണ് നമ്മൾ കേരളത്തിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കാറുള്ളത്. കേരളത്തിലുള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കേരള ഗവൺമെന്റിന്റെ അണ്ടറിലാണെങ്കിൽ അത് വില്ലേജിൽ നിന്നുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആയിരിക്കും ഇഷ്യൂ ചെയ്തു വരുന്നത്. എന്നാൽ സെൻട്രൽ ഗവൺമെന്റിലേക്കാണ് എന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ലെവലിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ബ്ലോക്ക് ലെവലിൽ നിന്നായിരിക്കണം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, അത് കിട്ടേണ്ടത്. അതല്ലെങ്കിൽ തഹസിൽ, ഓക്കെ, തഹസിൽദാർ അല്ലെങ്കിൽ തഹസിൽ എന്ന് പറയുന്ന ആ ഒരു റെസ്പോൺസിബിൾ ഓഫീസറിൽ നിന്നായിരിക്കണം നിങ്ങൾക്ക് അത് കിട്ടുന്നത്. അപ്പം ആ ഒരു മാറ്റമുണ്ട്. അപ്പം സ്റ്റേറ്റ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന, വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്യുന്ന നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെന്റ് ജോലികൾക്ക് ബാധകമല്ല, അല്ലെങ്കിൽ അവരത് റിസീവ് ചെയ്യില്ല. സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ബ്ലോക്ക് ലെവലിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വാങ്ങണം. അത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പം എന്ത് പർപ്പസിനാണ്, ഏത് ഗവൺമെന്റിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഏത് ഗവൺമെന്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അത് രണ്ടും എന്തല്ല, വാലിഡ് അല്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ആക്ഷൻസിന്റെ കേസാണ്. ഇപ്പോൾ കേരള ഗവൺമെന്റ് ഒരു എക്സിക്യൂട്ടീവ് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് തമിഴ്നാട്ടിലും കർണാടകയിലും ജമ്മു കാശ്മീരിലും ആസാമിലും അരുണാചൽ പ്രദേശിലും എല്ലാം വാലിഡ് ആണ്. ആ എക്സിക്യൂട്ടീവ് ആക്ഷൻ, ആ സർട്ടിഫിക്കറ്റ് എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളും അംഗീകരിച്ചേ പറ്റുള്ളൂ. അത് കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, ഒരു ഗവൺമെന്റിന്റെ പബ്ലിക് ആയിട്ടുള്ള ഒരു ആക്ട്, റെക്കോർഡ്, ഈ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു റെക്കോർഡാണ്. അതുപോലെ തന്നെ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരള ഗവൺമെന്റ് റൈറ്റ് ടു ആക്സസ് ഇന്റർനെറ്റ്, ഓക്കെ, റൈറ്റ് ടു ഇന്റർനെറ്റ് അല്ല, റൈറ്റ് ടു ആക്സസ് ഇന്റർനെറ്റ്, ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുക എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കേരള ഹൈക്കോർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റ് ഹൈക്കോർട്ടുകളും അംഗീകരിച്ചേ പറ്റുള്ളൂ. അതാണ് പറയുന്നത് ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത്. അതാണ് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യമാണ് ആർട്ടിക്കിൾ 261 മെൻഷൻ ചെയ്യുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ഫുൾ ഫെയ്ത്ത് ആൻഡ് ക്രെഡിറ്റ് ടു ദ പബ്ലിക് ആക്ട് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഒരു ഗവൺമെന്റ് എടുക്കുന്ന, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കുന്ന ആക്ഷൻ മറ്റെല്ലാ സ്റ്റേറ്റുകളിലും ഒരേപോലെ ബാധകമാണ് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിനടുത്തത് ഇപ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് അവർ പരസ്പരം സഹകരിച്ചിട്ടൊക്കെ പ്രവർത്തിക്കണമെന്ന് പറയുന്ന സമയത്തും സ്വാഭാവികമായിട്ടും അവിടെ ചിലപ്പം പല ഇഷ്യൂസും പല പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചേക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇഷ്യൂസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യണം, അത് റിസോൾവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ റിസോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള പ്രൊവിഷൻസ്, പ്രത്യേകമായിട്ടുള്ള ബോഡീസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മുല്ലപ്പെരിയാർ പ്രശ്നം കേരള ഗവൺമെന്റും അതുപോലെ തന്നെ തമിഴ്നാട് ഗവൺമെന്റും തമ്മിൽ കാലാകാലങ്ങളായിട്ട് ഒരുപാട് വർഷമായിട്ട് നിൽക്കുന്നതാണ് മുല്ലപ്പെരിയാർ പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് കർണാടക ഗവൺമെന്റും അതുപോലെ തന്നെ തമിഴ്നാട് ഗവൺമെന്റും തമ്മിൽ നിൽക്കുന്നതാണ്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഇന്ത്യയിൽ മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ തമ്മിൽ, വിവിധ സംസ്ഥാനങ്ങൾ തമ്മിൽ ഈ പറയുന്ന വാട്ടർ ഷെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പരിഹരിക്കണം. അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പാർലമെന്റിന് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് ബോഡിയെ ക്രിയേറ്റ് ചെയ്യാം, ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ട്രൈബ്യൂണൽസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 262 എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, അഡ്ജുഡിക്കേഷൻ ഓഫ് ദ ഡിസ്പ്യൂട്ട്സ് റിലേറ്റിംഗ് ടു ദ വാട്ടർ ഷെയറിംഗ്. വാട്ടർ ഷെയറിംഗ് അല്ലെങ്കിൽ വെള്ളം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ എങ്ങനെ ഡിവൈഡ് ചെയ്ത് എടുക്കണം എന്നതിനെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും തർക്കം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പാർലമെന്റിന് ഒരു ഇന്റർ സ്റ്റേറ്റ് റിവർ വാട്ടർ ട്രൈബ്യൂണൽ അല്ലെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് റിവർ വാട്ടർ ബോർഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. അത് പറയുന്നത് ആർട്ടിക്കിൾ 262 അണ്ടറിലാണ്. ഇനി അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 131 അണ്ടറിൽ അവർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്റ്റേറ്റ് ഗവൺമെന്റും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എസ്പെഷ്യലി സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ് പലപ്പോഴും സുപ്രീം കോടതിയെ സമീപിക്കാറുള്ളത്. ഇപ്പം നീറ്റ് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാട് സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസിന്റെ കേസിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെൻട്രൽ ഗവൺമെന്റിന് സുപ്രീം കോടതിയെ സമീപിക്കാം. ഓക്കെ, അത് പറയുന്നത് ആർട്ടിക്കിൾ 131 ആണ്. അതും ഒരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആണ്. ഡിസ്പ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരമുള്ള തർക്കം. ഈ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി ഇടപെടുന്നത് ആർട്ടിക്കിൾ 131 അണ്ടറിലാണ്. എന്നാൽ പാർലമെന്റ് വാട്ടർ ഷെയറിങ്ങിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ബോഡി ക്രിയേറ്റ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 262 അണ്ടറിലാണ്. അഡ്ജുഡിക്കേഷൻ ഓഫ് ദ ഡിസ്പ്യൂട്ട്സ് ആണ് ഇവിടെ വരുന്നത്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. പാർലമെന്റ് ആണ് ചെയ്യുന്നത് ഫോർ ദ അഡ്ജുഡിക്കേഷൻ ഓഫ് ദ ഡിസ്പ്യൂട്ട്സ് റിലേറ്റഡ് ടു വാട്ടർ ഷെയറിംഗ്. ഓക്കെ, വെള്ളം പരസ്പരം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് മെൻഷൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 262 അണ്ടറിലാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ ആണ്, നോട്ട് ചെയ്ത് വെക്കണം. അടുത്തത് പ്രസിഡന്റ്. അപ്പൊ പ്രസിഡന്റിന് പ്രസിഡന്റിന് വേണമെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാം അണ്ടർ ആർട്ടിക്കിൾ 263 ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ആർട്ടിക്കിൾ 263 അണ്ടറിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ച് ആർട്ടിക്കിൾ 263 മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വന്നേക്കാം, ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണോ എന്ന്. അപ്പം ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ചിട്ട് ആർട്ടിക്കിൾ 263 പറയുന്നുണ്ട്. പക്ഷേ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്തല്ല, ഒരു പെർമനന്റ് ബോഡി അല്ല. നിങ്ങൾ നോക്കുക, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അതൊരു പെർമനന്റ് ബോഡിയായിട്ട് നിലനിൽക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആയിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നിലനിൽക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫൈനാൻസ് കമ്മീഷൻ. ഓക്കെ, ഫൈനാൻസ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ 315 UPSC, അതുപോലെ തന്നെ 324 ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോഡീസിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ 148 CAG കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബോഡീസ് ഒക്കെ പെർമനന്റ് ആണ്, അവര് ത്രൂ ഔട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫംഗ്ഷൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിലനിൽക്കുന്നില്ല, UPSC കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന CAG, ഇലക്ഷൻ കമ്മീഷൻ, ഇതൊക്കെ നിലനിന്ന് പോകുന്നുണ്ട്. പക്ഷേ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ അങ്ങനെ നിലനിൽക്കുന്നില്ല. പ്രസിഡന്റിന് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ആർട്ടിക്കിൾ 263 പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യമാണ് ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ റീവാച്ച് ചെയ്തിട്ട് അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അടുത്തത്, പാർലമെന്റ് ക്യാൻ അപ്പോയിന്റ് ആൻ അതോറിറ്റി ഫോർ ഇന്റർ സ്റ്റേറ്റ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർ കോഴ്സ് അണ്ടർ ആർട്ടിക്കിൾ 301. അപ്പം ആർട്ടിക്കിൾ 301 അണ്ടറിൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ
ട്രേഡ്, കൊമേഴ്സ്, അതല്ലെങ്കിൽ എന്തെങ്കിലും കൊമോഡിറ്റീസിന്റെ എക്സ്ചേഞ്ച്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓതോറിറ്റി അല്ലെങ്കിൽ ഒരു ബോഡിയെ പാർലമെന്റിന് വേണമെങ്കിൽ അപ്പോയിന്റ് ചെയ്യാം. അത് ആർട്ടിക്കിൾ 301 അണ്ടറിലാണ്. ഇതുവരെ അങ്ങനെ ഒരു ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് എന്നത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇങ്ങനെയെല്ലാം എന്ത് ചെയ്യാം, പാർലമെന്റിന് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിവിധ സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യാം, പരിഹരിക്കാം. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, വിവിധ സംസ്ഥാനങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള ബോഡീസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബോഡീസ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. നീതി ആയോഗ് വരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പഠിച്ച ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് സോണൽ കൗൺസിൽസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ബോഡീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ നാഷണൽ ഇന്റഗ്രേഷൻ കൗൺസിൽ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ബോഡീസ് ആണ്. ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ, അതുപോലെ തന്നെ വിവിധ സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുള്ള കോഓപ്പറേഷൻ, സഹകരണം, അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഗവൺമെന്റുകളൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബോഡീസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്, ടു പ്രൊമോട്ട് കോഓപ്പറേറ്റീവ് ഫെഡറലിസം ആണ്. നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇതില് നാഷണൽ ഇന്റഗ്രേഷൻ കൗൺസിലിനെ കുറിച്ച് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, സോണൽ കൗൺസിലിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തു. ആർട്ടിക്കിൾ 263 അണ്ടറിലാണ്. പ്രസിഡന്റിന് വേണമെങ്കിൽ അതിനെന്ത് ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ദെൻ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ആർട്ടിക്കിൾ 256 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചില റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ചില ലിമിറ്റേഷൻസ് വെക്കുകയാണ്. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണമെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഈ എക്സിക്യൂട്ടീവ് ആക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ലിസ്റ്റിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളിൽ മാത്രമേ നടപ്പാക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. ഇത് ഒന്നാമത്തെ ലിമിറ്റേഷൻസ് ആണ്. രണ്ടാമത്തത്, സെൻട്രൽ ഗവൺമെന്റിനെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസികളെ, ആക്ഷൻസിനെ ഒരു തരത്തിലും ഹനിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഓവർകം ചെയ്യുന്ന രൂപത്തിൽ ആവാൻ പാടില്ല. ഇതും കൂടി ഇതിന്റെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം പവർ ഓഫ് ദ സ്റ്റേറ്റ് ഷുഡ് ബി എക്സസൈസ്ഡ് ടു എൻഷുർ compliance to law of the parliament and government of India can also give direction for that. ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പാർലമെന്റും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും പറയുന്ന ഡയറക്ഷൻസ് അനുസരിച്ചുകൊണ്ട് മാത്രമേ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ എന്ന് ആർട്ടിക്കിൾ 256 പറയുന്നുണ്ട്. അതുപോലെ തന്നെ 257 ഇത്തരത്തിൽ കൊടുക്കുന്ന ഡയറക്ഷൻസ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മുകളിൽ ബൈൻഡിങ് ആണ് എന്നും പറയുന്നുണ്ട്. അടുത്ത കാര്യമാണ് ടു റെസ്ട്രിക്ഷൻസ് ഓൺ ദി എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സിന് മുകളിൽ രണ്ട് പ്രധാനപ്പെട്ട റെസ്ട്രിക്ഷൻസ്, അതായത് രണ്ട് പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ആ ലിമിറ്റേഷൻ ആണ്, ഒന്ന്, ടു എൻഷുർ കംപ്ലയൻസ് വിത്ത് ലോ മെയ്ഡ് ബൈ ദ പാർലമെന്റ് നടപ്പാക്കുന്ന അല്ലെങ്കിൽ പാർലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന നിയമത്തിനെ കൃത്യമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോളോ ചെയ്തിരിക്കണം. ആ നിയമത്തിനെ അംഗീകരിച്ചിരിക്കണം, അത് ഫോളോ ചെയ്തിരിക്കണം. കാരണം റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ബേസിക് ഫീച്ചറും കൂടിയാണ്. ബേസിക് സ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരിക്കലും മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല. അടുത്തതാണ്, നോട്ട് ടു ഇംപെയ്ഡ് ഓർ പ്രെജുഡൈസ് ദ എക്സസൈസ് ഓഫ് എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് ദ സെന്ററിന്റെ എക്സിക്യൂട്ടീവ് ആക്ഷൻസിന് മുകളിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പൊ എക്സിക്യൂട്ടീവ് ആക്ഷൻസ് എടുക്കുന്ന സമയത്തും സെൻട്രൽ ഗവൺമെന്റിനാണ് ഡൊമിനൻസ്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു, ലെജിസ്ലേറ്റീവ് പവേഴ്സിൽ കൺകറന്റ് ലിസ്റ്റിൽ സെൻട്രൽ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിനായിരിക്കും ഇറ്റ് വിൽ പ്രിവെയിൽ ഓവർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആക്ഷൻ എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആക്ഷനേക്കാൾ കൂടുതൽ വാലിഡ് ആയിട്ട് നടപ്പാക്കപ്പെടുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആക്ഷൻസ് ആയിരിക്കും എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതെവിടെയായിരുന്നു ബാധകമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്? ലെജിസ്ലേറ്റീവ് ആക്ഷൻസിലായിരുന്നു. അതേ കാര്യം എക്സിക്യൂട്ടീവ് ആക്ഷൻസിന്റെ കേസിലും ബാധകമാണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ തന്നെ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും, സോണൽ കൗൺസിൽസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സോണൽ കൗൺസിൽസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്, ഇപ്പോൾ സോണൽ കൗൺസിൽസ് ഉണ്ടാകുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റ് റീഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സംസ്ഥാനങ്ങളുടെ പുനർരൂപീകരണം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷമാണ്
സോണൽ കൗൺസിൽസ് രൂപീകരിക്കപ്പെടുന്നത്. ടോട്ടലായിട്ട് 5 സോണൽ കൗൺസിൽസ് ആണുള്ളത്. ഇതിൽ നോർത്ത് ഈസ്റ്റ് സോണൽ കൗൺസിൽ മാത്രം സെപ്പറേറ്റ് നിയമത്തിന്റെ അണ്ടറിലാണ്. ബാക്കിയുള്ള 4 സോണൽ കൗൺസിൽസും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 അണ്ടറിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കണം. 5 സോണൽ കൗൺസിൽസ് ആണ് വരുന്നത്. അതിൽ നോർത്ത് ഈസ്റ്റ് സോണൽ കൗൺസിൽ മാത്രം വരുന്നത് ഒരു സെപ്പറേറ്റ് നിയമത്തിന്റെ അണ്ടറിലാണ്. നോർത്ത് ഈസ്റ്റ് സോണൽ കൗൺസിൽ ആക്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സോണൽ കൗൺസിൽസും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 അണ്ടറിലാണ്. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോണൽ കൗൺസിൽസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ യൂണിയൻ ഹോം മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ചെയർഡ് 25th സെൻട്രൽ സോണൽ കൗൺസിൽ മീറ്റിംഗ് ഇൻ വാരണാസി, ഉത്തർപ്രദേശ്. അപ്പോൾ ഇത് റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ആരാണ് ചെയർ ചെയ്തത് എന്നുള്ളത് ചോദിക്കും. നോർമലി സോണൽ കൗൺസിൽസിന്റെ ചെയർ ആയിട്ട് വരുന്നത് യൂണിയൻ ഹോം മിനിസ്റ്റർ തന്നെയാണ്. അപ്പം ചിലപ്പോൾ അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാൻ മറ്റ് മിനിസ്റ്റർ ഉണ്ടായിരിക്കും. അപ്പം ഏറ്റവും റീസെന്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് ആയിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിയൻ ഹോം മിനിസ്റ്ററും മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷനും ആണ്. അതായത് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ അല്ലെങ്കിൽ കോർപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ തന്നെയാണ്. ഈ 2 പദവിയും ഒരാളിൽ തന്നെയാണ്, അമിത് ഷാ. ഓക്കെ, അദ്ദേഹത്തിൽ തന്നെയാണ് ഈ 2 പവേഴ്സും വരുന്നത്. അപ്പം ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ട്രൂ. ഓക്കെ, യൂണിയൻ ഹോം മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ. ഓക്കെ, അത് ഒരൊറ്റ എൻറ്റിറ്റി തന്നെയാണ്, ഒരൊറ്റ വ്യക്തി തന്നെയാണ്. പക്ഷേ 2 പോർട്ട്ഫോളിയോ ഒരേ സിംഗിൾ എൻറ്റിറ്റി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ചെയർഡ് 25th സെൻട്രൽ സോണൽ കൗൺസിൽ മീറ്റിംഗ് ഇൻ വാരണാസി, ഉത്തർപ്രദേശ്. അപ്പോൾ സ്വാഭാവികമായിട്ടും യൂണിയൻ ഹോം മിനിസ്റ്റർ തന്നെയാണ് സോണൽ കൗൺസിൽ മീറ്റിംഗ്സ് ചെയർ ചെയ്യാറുള്ളത്, പ്രൈം മിനിസ്റ്റർ അല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യത്തിൽ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും തരുന്നത്, അതല്ല എന്നത് ഓർത്ത് വെക്കുക. എന്നാൽ ഇന്റർസ്റ്റേറ്റ് കൗൺസിൽസ് അത് ചെയർ ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. ഇനി അതുപോലെ തന്നെ നാഷണൽ ഇന്റഗ്രേഷൻ കൗൺസിൽ വരുന്നുണ്ട്, അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നതും പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ പ്രൈം മിനിസ്റ്റർ അല്ലാതെ വരുന്നത് ഏതാണ്? സോണൽ കൗൺസിൽസിൻ്റെത് മാത്രമാണ്. അപ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ സോണൽ കൗൺസിലിൻ്റെത് മാത്രം ഓർത്ത് വെക്കുക, അത് ഹോം മിനിസ്റ്റർ ആണ്. അടുത്തത് അണ്ടർ സെക്ഷൻ 15 to 22 ഓഫ് ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 5 സോണൽ കൗൺസിൽസ് were established. 5 സോണൽ കൗൺസിൽസ് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നുണ്ട്. ഇതിൽ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഹാസ് എ സെപ്പറേറ്റ് കൗൺസിൽ, ദ നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ ക്രിയേറ്റഡ് ഇൻ 1972 ആൻഡ് സെറ്റപ്പ് അണ്ടർ നോർത്ത് ഈസ്റ്റ് കൗൺസിൽ ആക്ട് 1972. അപ്പോൾ നോർത്ത് ഈസ്റ്റ് കൗൺസിൽ അല്ലെങ്കിൽ സോണൽ കൗൺസിൽ മാത്രം 1972 എസ്റ്റാബ്ലിഷ് ആവുന്നത്. ബാക്കിയുള്ളതെല്ലാം 1956 അണ്ടറിലാണ്. ഓക്കെ, ഈ ഒരു കാര്യം പ്രത്യേകം എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഇതാണ് ഈ പറയുന്ന 5 ഓക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മൾ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ടിൻ്റെ അണ്ടറിൽ 5 വരുന്നുണ്ട്, പ്ലസ് നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ വരുന്നുണ്ട്. ടോട്ടൽ ആയിട്ടുള്ള 6 വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് ശ്രദ്ധിക്കുക. ടോട്ടലായിട്ട് 6 സോണൽ കൗൺസിൽസ് വരുന്നുണ്ട്. ഓക്കെ, 5 അല്ല 6 വരുന്നുണ്ട്. 5 എസ്റ്റാബ്ലിഷ് ആവുന്നത് 1956 ആക്ടിന്റെ അണ്ടറിൽ തന്നെയാണ്. അപ്പം ആ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോണൽ കൗൺസിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതല്ലാതെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ, നോർത്ത് ഈസ്റ്റിൽ വരുന്ന സംസ്ഥാനങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റ് സോണൽ കൗൺസിൽസ് വരുന്നത്. അത് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ സോണൽ കൗൺസിൽസിൻ്റെയും അണ്ടറിൽ വരുന്ന സംസ്ഥാനങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ ഇതിൽ ആദ്യം വരുന്നത് നോർത്തേൺ സോണൽ കൗൺസിലാണ്. അപ്പോൾ നോർത്തേൺ സോണൽ കൗൺസിൽസിന് അണ്ടറിൽ വരുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇത് വരുന്നുണ്ട് സെൻട്രൽ സോണൽ കൗൺസിൽ വരുന്നുണ്ട്. അതിൽ വരുന്നതാണ് എന്ത്, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ. ദെൻ പിന്നെ വരുന്നത്, ഇപ്പം നിങ്ങൾ നോർത്തേൺ എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉത്തർപ്രദേശിനൊക്കെ അവിടെ നോർത്തേൺ കൗൺസിലിൽ ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ നോർത്തേൺ കൗൺസിലിൽ മാർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഉത്തർപ്രദേശ് വരുന്നത് സെൻട്രൽ സോണൽ കൗൺസിലിന്റെ ബാധകമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ സോണൽ കൗൺസിൽസിലും വരുന്ന സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെച്ചിരിക്കണം. അടുത്തതാണ് ഈസ്റ്റേൺ സോണൽ കൗൺസിൽ, ദെൻ വെസ്റ്റേൺ സോണൽ കൗൺസിൽസ്, അതുപോലെ തന്നെ സദേൺ സോണൽ കൗൺസിൽസ്. അപ്പോൾ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് 1956 ആക്ടിന്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സോണൽ കൗൺസിൽസ് ഏതൊക്കെയാണ് എന്നുള്ളത്. Which among the following councils are created? Zonal councils are created under the State Reorganization Act 1956. 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ടിന്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സോണൽ കൗൺസിൽസ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പം നോർത്ത് ഈസ്റ്റേൺ സോണൽ കൗൺസിൽസ് ഒഴികെ ബാക്കി എല്ലാം 1956 ആക്ടിന്റെ അണ്ടറിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കുറെ കൂടെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു സെഷനിൽ
ഡിസ്കസ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റ് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളും കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് ഞാനൊരു പാർട്ട് 2 ആയിട്ട് എന്ത് ചെയ്യാണ് ഡിസ്കസ് ചെയ്യണം. കാരണം നമുക്കിപ്പോൾ റെക്കോർഡിങ്സ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം റെക്കോർഡിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് സ്വാഭാവികമായിട്ടും ഡിഫറെൻ്റ് ആയിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടെല്ലാം ഇടേണ്ടത് ആ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടായിരിക്കും ഇടുന്നത്. ഒരു 30 to 40 മിനിറ്റ്സ് നിങ്ങൾക്ക് കാണുന്നതിന് കുറേ കൂടെ എളുപ്പമായിരിക്കും. അറ്റ് സ്ട്രെച്ചിൽ എന്ത് ചെയ്യാം, ഓരോ വീഡിയോസ് അങ്ങനെ കണ്ടുപോയാൽ മതി. അത് ഓരോന്നും പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നതായിരിക്കും, ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് പ്രധാനമായിട്ടും 2 യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ആ 2 യൂട്യൂബ് ചാനൽസിൻ്റെയും ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം KS റാങ്കർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. ദെൻ PSC റാങ്കർ, അതും ഡിഗ്രി ലെവൽ എക്സാമിനേഷന് സ്പെസിഫിക് ആയിട്ട് വരുന്ന ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെക്കൻഡ് യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് വീഡിയോസ് എല്ലാം ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് കാണാം. സോ ഈ പറയുന്ന ചാനലിൽ ഇതുവരെ നമ്മുടെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത സെഷൻ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഇമ്മീഡിയറ്റ്ലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ചിലപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് പ്ലേലിസ്റ്റിലൊന്ന് നോക്കുക, അല്ലെങ്കിൽ ചാനലിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്. നന്നായിട്ട് എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, യെസ്, എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.